ഹരേ കൃഷ്ണ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. എല്ലാ സജ്ജനങ്ങൾക്കും പാദനമസ്കാരം. ഇന്ന് നമ്മൾ പ്രഥമ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായം ആദ്യത്തെ ശ്ലോകം തുടങ്ങുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധഃ അഥ പ്രഥമോऽധ്യായഃ. ഹരി ശ്രീ ഗണപതേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ആദ്യത്തെ ശ്ലോകം. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ജന്മാദി അസ്യ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ്. ജന്മാദ്യസ്യ, ജന്മാദി, ജന്മം ആദിയായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി ആദിയായിട്ടുള്ളത്, ഉൽപ്പത്തി മുതലായ. യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞ, യതഃ അന്വയാത ഇതരതഃ ച അർത്ഥേഷു അഭിജ്ഞഃ. ഇങ്ങനെ ഇത്രയും വാക്കുകൾ ചേരുന്നതാണ് യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞ. യതഃ എന്ന് പറഞ്ഞാൽ യാതൊന്നിൽ നിന്നാണോ അന്വയാത്, അന്വയം ഹേതുവായിട്ട് അഥവാ എല്ലാം കൂടി കൂടിച്ചേർന്ന ഇതരത ച എന്ന് പറഞ്ഞാൽ മറിച്ചും, ഇത് എല്ലാം കൂടി കൂടിച്ചേർന്ന്, അതായത് വ്യതിരേകത്തിലൂടെയും നിരന്തരമായ പദാർത്ഥങ്ങളുടെ ചേർച്ച കൊണ്ടും അതേപോലെ തന്നെ മറിച്ചുള്ള
നിലകൊണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അർത്ഥേഷു അഭിജ്ഞഃ. അർത്ഥേഷു എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ടവയിൽ, ഈ ഭൂതങ്ങളിൽ അഭിജ്ഞ അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയവൻ. പിന്നെയോ സ്വരാട്ട്. സ്വരാട്ട് എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്നവൻ. അപ്പോൾ യാതൊന്നാണോ സ്വയം പ്രകാശിക്കുന്നതായിട്ടുള്ളത്, അതേപോലെ ഉൽപ്പത്തി ആദിയായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി, സ്ഥിതി, ലയം എന്നിവയെല്ലാം അന്വയ വ്യതിരേക ലക്ഷണങ്ങളിൽ, അതായത് കൂടിച്ചേർന്നും മറിച്ചുമൊക്കെ യാതൊന്നിൽ നിന്നാണോ ഉണ്ടാകുന്നത്, ഭവിക്കുന്നത്. തേനെ ബ്രഹ്മഹൃദായ ആദികവയെ. തേനെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒന്നുകൊണ്ട് തന്നെ ബ്രഹ്മഹൃദയെ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേദം എന്ന അർത്ഥത്തിലാണ്. ഹൃദ എന്ന് പറഞ്ഞാൽ മനസ്സില. ബ്രഹ്മഹൃദയെ, ആ വേദത്തെ മനസ്സുകൊണ്ട്, തേനെ എന്ന് പറഞ്ഞാൽ അതിനെ പ്രകാശിപ്പിക്കുക, വിസ്തരിക്കുക. അപ്പോൾ തേനെ ബ്രഹ്മഹൃദ യ ആദികവയെ. യഹ എന്ന് പറഞ്ഞാൽ യാതൊരാള്, യാതൊന്നാണോ, യാതൊരുവനാണോ ആദികവയെ, ആദികവിയായി കൽപ്പിക്കപ്പെടുന്നത് ബ്രഹ്മാവിനെയാണ്. അപ്പോൾ ആദികവയെ ബ്രഹ്മാവിനായിക്കൊണ്ട് മനസ്സിൽ ഈ വേദങ്ങളെയൊക്കെ യാതൊരാളാണോ പ്രകാശിപ്പിച്ചു കൊടുത്തത്, വിസ്തരിച്ചു കൊടുത്തത്. മുഹ്യന്തി യത് സൂരയഃ. യാതൊന്നിൽ മുഹ്യന്തി എന്ന് പറഞ്ഞാൽ മോഹിപ്പിക്കുന്നു, മോഹിക്കുന്നുവോ. സൂരയ എന്ന് പറഞ്ഞാൽ വിദ്വാൻമാർ പോലും, അറിവുള്ളവർ പോലും യാതൊന്നിൽ മോഹിക്കുന്നുവോ, മോഹിച്ചു പോകുന്നുവോ. തേജോ വാരിമൃതാം. തേജോ വാരിമൃതാം എന്ന് പറഞ്ഞാൽ അഗ്നി, ജലം, മണ്ണ് എന്നിവയ്ക്ക് തമ്മിൽ യഥാവിനിമയോ. യഥ എന്ന് പറഞ്ഞാൽ എപ്രകാരമാണോ, വിനിമയ എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നായി നമ്മളിങ്ങനെ വിചാരിക്കുന്നത്, രൂപമാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ മണ്ണും ജലവും കൂടി കുഴച്ച് അത് കുടമായിട്ടും മറ്റനേകം രൂപഭാവങ്ങളിലേക്കും മാറ്റുന്നുണ്ട്. അതിനെ ചൂടാക്കുന്നുണ്ട്. ചൂടാക്കി നല്ലപോലെ അത് രൂപം വരുത്തി ഉറപ്പിക്കുന്നുണ്ട്. എന്നാൽ അത് പൊടിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് മണ്ണായിട്ട് മാറുന്നത് പോലെ ഇതൊക്കെ ചേർന്ന് പല രൂപങ്ങളിൽ അതിനെ കാണപ്പെടുന്നുണ്ട്. ഇതേപോലെയാണ് ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നും പല സൃഷ്ടികൾ ഉണ്ടാകുന്നതും അതിനും പലതരത്തിലുള്ള രൂപങ്ങളും ഭാവങ്ങളുമൊക്കെ കാണപ്പെടുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി അത് ഒന്ന് തന്നെയാണ്. അപ്പോൾ യാതൊന്നിൽ നിന്നും, യാതൊന്നാണോ ആദികവിയായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ഈ വേദങ്ങളെ പ്രകാശിപ്പിച്ചത് യാതൊരാളാണോ, അതേപോലെ യാതൊന്നിലാണോ വിദ്വാൻമാർ പോലും, ജ്ഞാനികൾ പോലും മോഹിച്ചു പോകുന്നത്, അതേപോലെ തേജോവാരിമൃതാം യഥാ വിനിമയോ. ഈ തേജസ്, വെള്ളം, മണ്ണ് അഥവാ അഗ്നി, ജലം, മണ്ണ് ഇവയെല്ലാം
ഒന്നിച്ചു ചേർന്ന് രൂപമാറ്റം സംഭവിക്കുന്നത് ഏതുപോലെയാണോ, അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നായി കാണപ്പെടുന്നത്, തോന്നുന്നത് ഒക്കെ ഏത് പ്രകാരത്തിലാണോ, യത്ര ത്രിസർഗോ മൃഷ, യത്ര യാതൊന്നിൽ, ത്രിസർഗോ മൃഷ, ത്രിസർഗ അമൃഷ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ത്രിസർഗോ മൃഷ. ത്രിസർഗ എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങളിൽ അടിസ്ഥാനമായിട്ടുള്ള സൃഷ്ടി. സത്വരജസ് തമോ ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ സൃഷ്ടിയും നടന്നിരിക്കുന്നത്. അങ്ങനെ ഈ ത്രിഗുണങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള സൃഷ്ടികൾ അമൃഷ എന്ന് പറഞ്ഞാൽ മിഥ്യയല്ലാത്തതുപോലെ ഇരിക്കുന്നുവോ, ഇതൊക്കെ എന്നും നിലനിൽക്കുന്നതാണെന്ന് തോന്നുമ്പോഴും ഇതിനൊക്കെ നാശമുണ്ടെന്ന് തിരിച്ചറിയപ്പെടാതെ പോകുന്ന ആ മായ അപ്പോൾ എന്നും ഉള്ളതാണ് എന്ന വിധത്തിൽ ഇരിക്കുന്നുവോ. ധാംന സ്വേന സദാ നിരസ്ത കുഹകം. ധാംന എന്ന് പറഞ്ഞാൽ ആ തൻ്റെ തന്നെ മാഹാത്മ്യത്താൽ, സ്വേന തൻ്റേത് തന്നെ എന്നുള്ള അർത്ഥത്തിൽ, ധാംന സ്വേന തൻ്റെ തന്നെ ആ സ്വമാഹാത്മ്യത്താൽ, സദാ എപ്പോഴും, നിരസ്ത കുഹകം മായയെ അതിക്രമിച്ചും കൊണ്ടും, അഥവാ മായയ്ക്ക് പ്രവേശിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ഒരിടമായി നിലനിൽക്കുന്നതും. അതെന്തുകൊണ്ടാണ്? തൻ്റെ തന്നെ മാഹാത്മ്യത്തിലാണ് ആ ചൈതന്യം അങ്ങനെ നിലനിൽക്കുന്നത്. സ്വയം പ്രകാശസ്വരൂപിയായ, സ്വരാട് സ്വരൂപിയായ ആ ചൈതന്യം മായയെ അതിക്രമിച്ച് നിലനിൽക്കുന്നതായിട്ടുള്ള. പിന്നെയോ സത്യം പരം ധീമഹി, സത്യം ആ പരമമായ സത്യത്തെ, നാശമില്ലാതെ ഇരിക്കുന്നതായിട്ടുള്ള ഒന്നിനെ. സത്യം എന്ന് പറഞ്ഞാൽ അതിനെന്നും ഒരേ രീതിയിൽ നിലനിൽപ്പുള്ളതാണ്. അതിന് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊന്നും അതിനെ ബാധിക്കാത്തതാണ്. ഇതിനൊക്കെ അതീതമായിട്ടുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്നും നിലനിൽക്കുന്നതായിട്ടുള്ള, നാശമില്ലാതെ ഇരിക്കുന്നതായിട്ടുള്ള അതിനെ, പരബ്രഹ്മസ്വരൂപത്തെ, ധീമഹി ഞങ്ങൾ ധ്യാനിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ധ്യാന ശ്ലോകത്തിൽ തന്നെ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, യാതൊന്നാണോ ഇതിൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഏകദേശ രൂപം, ഭാവം, ഗുണം, ഇതൊക്കെ മഹത്വമൊക്കെ നമുക്ക് ഈ ഒരു ധ്യാന ശ്ലോകം കൊണ്ട് തന്നെ വ്യാസഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഈ ഒരൊറ്റ ശ്ലോകം മതി എന്താണ് ഭഗവാൻ എന്നറിയുന്നതിന്. അങ്ങനെയുള്ള ആ ഭഗവാനെ, ആ പരബ്രഹ്മസ്വരൂപത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങളൊക്കെയും യാതൊന്നിൽ നിന്നാണോ നിരന്തരമായിട്ട് ഇടതടവില്ലാതെ പദാർത്ഥങ്ങളുടെ ചേർച്ച കൊണ്ടും മറിച്ചുള്ള ഒരു നില കൊണ്ടും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ലയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സൃഷ്ടി സമയത്ത് പഞ്ചഭൂതങ്ങൾ ഒന്നിച്ചു ചേർന്നാണ് സൃഷ്ടി നടക്കുന്നതെങ്കിൽ ഭഗവാനിലേക്ക് ലയിക്കുന്ന സമയത്ത് അത് വ്യതിരേകത്തിൽ വരുമ്പോൾ ഇത് പഞ്ചഭൂതങ്ങൾ അതാതിൻ്റെ ധാതുവിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത്. അതാതിൻ്റെ ഇരിപ്പിടങ്ങളിലേക്ക് അത് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മറിച്ചുള്ള കൂടിച്ചേരൽ കൊണ്ടും മറിച്ചുള്ള ഒരു വ്യതിരേകം കൊണ്ടും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് യാതൊരുവനിൽ നിന്നാണോ, അല്ലെങ്കിൽ യാതൊരുവനിലാണോ ഇതെല്ലാം നടക്കുന്നത്, അതുപോലെ യാതൊരുവൻ സർവഭൂതങ്ങളിലും അറിവിൻ്റെ സ്വരൂപത്തിൽ, ബോധസ്വരൂപത്തിൽ നിലകൊള്ളുന്നുവോ, യാതൊരാളാണോ, യാതൊരു ചൈതന്യമാണോ സ്വയം പ്രകാശസ്വരൂപമായി നിലനിൽക്കുന്നത്, യാതൊരാളാണോ തൻ്റെ തന്നെ
മാഹാത്മ്യത്തിൻ്റെ മഹത്വത്തിൻ്റെ വലിപ്പം കൊണ്ട് മായയെ അതിക്രമിച്ചിരിക്കുന്നത്? യാതൊരാളാണോ ആദികവിയായിട്ടുള്ള ആ ബ്രഹ്മദേവൻ്റെ ചിത്തത്തിൽ ഈ വേദങ്ങളെ പ്രകാശിപ്പിച്ചു കൊടുത്തത്? യാതൊന്നിനെയാണോ വിദ്വാൻമാരു പോലും മോഹിക്കുന്നത്? യാതൊന്നിൻ്റെ മഹത്വം കൊണ്ടാണ്, അല്ലെങ്കിൽ യാതൊരു ചൈതന്യമാണോ അഗ്നി, ജലം, മണ്ണ് ഇങ്ങനെയുള്ള ഇവയെ കൂട്ടിച്ചേർത്ത് മറ്റൊന്നായി വിചാരിക്കുന്നത്? അത് ഏതൊന്നിൻ്റെ മായ കൊണ്ടാണോ? ഇവയൊക്കെ ഉണ്മയായി തോന്നിക്കുന്നത്, എന്നും നിലനിൽക്കുന്നതാണെന്ന് തോന്നിപ്പിക്കുന്നത്. അതേസമയം ഈ മായകൾക്കെല്ലാം അതീതനായി കുടികൊള്ളുന്ന, എന്നും നിലനിൽക്കുന്ന ശാശ്വതമായിട്ടുള്ള ആ പരബ്രഹ്മ സ്വരൂപത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. അതിമനോഹരമായ ഒരു ശ്ലോകമാണ്, ആദ്യത്തെ ആ ഒരു ധ്യാന ശ്ലോകം തന്നെ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ജന്മാദ്യസ്യ യതോऽന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ജന്മാദ്യസ്യ, ജന്മാദി അസ്യ ആണ്. അസ്യ എന്നാൽ ഇതിൻ്റെ. അതുകൊണ്ട് ദ്യ എന്ന അക്ഷരത്തിന് ആകാരം കൊടുത്ത് വായിക്കുക. അടുത്തത് യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞ, അതത്രയും കഴിയുന്നതും ചേർത്ത് വായിക്കുക. ഇനിയും ചേർത്ത് വായിക്കാൻ കഴിയാത്തവരാണെങ്കിൽ യതോന്വയാദിതരത, അവിടെ ഒരു വിസർഗം കൊടുത്ത് പകുതി ഹകാരത്തിൽ നിർത്തിയിട്ട് താഴെ ച അർത്ഥേഷ്വഭിജ്ഞ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ചാർത്ഥേഷ്വഭിജ്ഞ. അവിടെ പദം പിരിക്കണമെന്നില്ല. ഇതരത എന്ന് പറയുന്നിടത്ത് അന്വയാത ഇതരത ആണ്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ദായുടെ ഇകാരം ശ്രദ്ധിക്കുക, അന്വയാദിതരത. അതുപോലെ ചാർത്ഥേഷ്വഭിജ്ഞ ആണ്. ശ്വ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. അഭിജ്ഞ എന്നാണ് വാക്ക്. അവിടെ ഒരു വിസർഗമുണ്ട്. അതുപോലെ സൂരയ, അവിടെയും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. യതോന്വയാദിതരത, അവിടെയും ത്രിസർഗോ മൃഷ, അവിടെയും വിശ്ലേഷണമുണ്ട്. ഓകാരം നീട്ടിയെടുക്കുക. ത്രിസർഗോ മൃഷ എന്നുള്ളത് ത്രിസർഗ അമൃഷ ആണ്. പദം പിരിക്കേണ്ട, ഓകാരം നീട്ടിയെടുത്താൽ മതിയാകും. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ്. അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.